ഇന്ന് ഞാനൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ പാല് വെച്ചിട്ടും പാൽപ്പൊടി വെച്ചിട്ടെല്ലാം ഗുലാബ് ജാമുൻ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത്. നമ്മൾ പാല് വെച്ചിട്ടും പാൽപ്പൊടി വെച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 8 സ്ലൈസ് ബ്രെഡ് വേണം. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡും ഇതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ബ്രെഡിനെ ഈ ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായി ഒന്ന് മുറിച്ചിട്ടാൽ മതി. ഇനി ഈ ഒരു മുറിച്ചിട്ട ബ്രെഡിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഒരു അരക്കപ്പോളം പാലെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാലിലാണ് ഈ ഒരു ബ്രെഡ് കുഴച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പാൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഒന്നിച്ച് പാൽ ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പാൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം കൈയൊന്ന് കഴുകാം. അതിനുശേഷം നമ്മൾ വീണ്ടും കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതാകുന്ന വിധത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ ബ്രെഡ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈ കഴുകിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൈ കഴുകിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ചെറിയൊരു ബോളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിലാകുമ്പോൾ നമ്മളിതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്ത ബ്രെഡ് മുഴുവനും ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ചെറുതോ വലുതായിട്ടുള്ള ബോളാക്കി എടുക്കാം. പക്ഷേ കുറച്ച് ചെറുത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം ഇത് കുറച്ചുകൂടി വലുതായിട്ട് വരും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഒന്ന് തിളച്ച് വരും. അതായത് നമ്മൾ ഒരടുപ്പിൽ ഷുഗർ സിറപ്പ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അതേസമയം തന്നെ നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് വരാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പം ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്നൊന്നും കളർ മാറി വരില്ല. കുറച്ച് ടൈം എടുത്തിട്ടേ ഇത് നല്ലൊരു കളറായിട്ട് വരികയുള്ളൂ. അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാകും. പക്ഷേ ഫ്ലെയിം ഓഫ് ആക്കരുത്. ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഷുഗർ സിറപ്പ് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് റെഡിയായാലും ഫ്ലെയിം ഓഫ് ആക്കാതെ വെക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇപ്പോൾ നന്നായിട്ട് കളറെല്ലാം മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഈ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. പാനിൽ നിന്ന് മാറ്റിയ ഉടൻ തന്നെ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിളച്ച് വരുന്ന ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇതിലിട്ടിട്ട് നമ്മൾ വീണ്ടും ഇതിനെ കുറച്ച് ടൈം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഷുഗർ സിറപ്പ് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഷുഗർ സിറപ്പിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ഷുഗർ സിറപ്പ് ബ്രെഡിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ഒരു ബ്രെഡ് നന്നായിട്ട് വലുതായിട്ട് വരും. നല്ലൊരു വലിയ ബോളായിട്ട് വരും. അപ്പം ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ചുകൂടി സമയം നമ്മളിത് ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കണം.
എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് കയറിയിട്ട് നല്ലൊരു മധുരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇത് ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കാം. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.